സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ ഈ കുഞ്ഞുമോള് പഠിച്ച വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു മത്സരത്തിന് വേണ്ടി ഒന്നും പഠിച്ചതല്ല, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവൾ വായിച്ച് പഠിച്ച വചനങ്ങളാണ്. 50ഓളം വചനങ്ങൾ ഇപ്പോൾ നമ്മുടെ തിരുവാതിര സഖ്യ ദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ കുഞ്ഞു കൂട്ടുകാരി അവതരിപ്പിക്കുകയാണ്. സേറ ബിജോ ആനുമൂട്ടിൽ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. 3ാം ക്ലാസ്സുകാരിയാണ്. 8 വയസ്സേ ഉള്ളൂ. 8 വയസ്സായ ഈ കുഞ്ഞു വളരെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ വചനം കാണാതെ പഠിക്കുകയും അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും ഇതിനവരെ പ്രേരിപ്പിച്ച അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവാതിര സഖ്യത്തിൻ്റെ ഭാരവാഹി സിസ്റ്ററിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയുടെ വചനങ്ങൾ നമുക്കിപ്പോൾ ശ്രമിക്കാം. ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകിയ ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. സംഗീതങ്ങൾ 94:19. കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടുക എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. സംഗീതങ്ങൾ 86:11. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നെങ്കിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. മർക്കോസ് 11:24-25. അങ്ങയുടെ വചനയുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സംഗീതങ്ങൾ 119:105. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. യോഹന്നാൻ 9:31. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, അവേഗം ഓടിക്കുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമാണ് നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ 52:12. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെണീക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങളിലാണ്. സംഗീതങ്ങൾ 3:5. ദൈവത്തിൻ്റെ വചനം സജീവോച്ച സ്ഥലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. എബ്രായർ 4:12. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 21:1. എൻ്റെ ദൈവം തന്നെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവായി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. സംഗീതങ്ങൾ 55:16. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. 2 കൊറിന്തോസ് 3:5. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് 14:14. അവിടുത്തെ പ്രവർത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. സംഗീതങ്ങൾ 111:7. ഉണർന്ന് പ്രക്ഷോഭിക്കാൻ, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാ 60:1. ആദ്യ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. കർത്താവിനെ പാടിപ്പുകഴ്ത്തി അവിടുത്തെ നാമത്തെ വാഴ്ത്തി അവിടുത്തെ രക്ഷയെ പ്രകീർത്തിക്കുകയും. സംഗീതങ്ങൾ 96:2. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നും കുറവുണ്ടാകില്ല. സംഗീതങ്ങൾ 23:1. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായതിനെ അറിയുന്നതാണ് അറിവ്. സുഭാഷിതങ്ങൾ 9:10. എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. സംഗീതങ്ങൾ 103:1. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. യാക്കോബ് 1:5. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. എൻ്റെ കർത്താവെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണിയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ. എസ്തേർ 14:3.
ജ്ഞാനം മൂറിന്റെ ഭാഗത്തുറക്കുകയും ശിശുക്കളുടെ നാമസ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്യും. ജ്ഞാനം 10:21. ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ 14:38. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. ദൈവകൃപ നിറഞ്ഞവളെ സൃഷ്ടി, കർത്താവ് നിന്നോട് കൂടെ. ലൂക്ക 1:28. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, അവരെ ഒരു ഉപദ്രവവും ഭക്ഷിക്കുകയില്ല. ജ്ഞാനം 3:1. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. 1 സാമുവേൽ 15:22. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. യേശയ്യ 54:10. മനുഷ്യനൊപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ടുമാണ് ജീവിക്കുന്നത്. മത്തായി 4:4. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിന് മുമ്പിൽ മുട്ടുവെക്കാം. സങ്കീർത്തനങ്ങൾ 95:6. തീർച്ചയായും നിങ്ങൾക്കൊരു ഭാവിയുണ്ട്, നിങ്ങളുടെ പ്രതീക്ഷയിൽ ഭംഗം നേടുകയില്ല. സുഭാഷിതങ്ങൾ 23:18. നീ പീഡിപ്പിക്കുന്ന യേശുവാണെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:15. സ്വർഗത്തിന്റെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകുന്ന 2:20. ദൈവത്തോട് ചേർന്ന് നിൽക്കും, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. യാക്കോബ് 4:8. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഉൽപ്പത്തി 50:20. മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു, അവിടുന്ന് അവന്റെ ബാധകളെ ശോധന ചെയ്യുന്നു. സുഭാഷിതങ്ങൾ 5:21. ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. യോഹന്നാൻ 6:33. മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്കെല്ലാം സാധിക്കും. മാർക്കോസ് 10:27. ഹൃദയാനന്ദന്റെ ജീവൻ സന്തോഷം അവന്റെ ആയുസ്സുമാണ്. പ്രഭാഷകർ 30:22. എന്നെ വിളിച്ച ബേഷ്ക്ക് ഞാൻ മറുപടി നൽകും, എൻ്റെ ബുദ്ധിക്ക് അതീതമാവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെറമ്യ 33:3. കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കുക, ശ്രേയ സാധിക്കും. യേശയ്യ 54:13. നിങ്ങളുടെ പാവങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3:19. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 14:30. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 14:26. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിക്കുകയും. ഇതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവഹിതം. 1 തെസ്സലോനിക്ക 5:16. നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. യേശയ്യ 48:17. ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലിയല്ല ദൈവജ്ഞാനമാണ് ആഗ്രഹിക്കുന്നത്. ഓസിയ 6:6. നന്ദി.